5/6/24 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായി കുട്ടികളെ, നിങ്ങൾ പ്രഭു കുമാരനിൽ നിന്നും രാജകുമാരൻ ആകുന്നവരാണ്. നിങ്ങൾ ഒരു വസ്തുവിൻ്റെയും ഇച്ഛ വയ്ക്കരുത്, ആരോടും ഒന്നും യാചിക്കരുത്. ചോദ്യം: ആരോഗ്യം ശരിയാക്കി വയ്ക്കുന്നതിനായി ഏതൊരു ആധാരം പാടില്ല? ഉത്തരം: പല കുട്ടികളും വിചാരിക്കുന്നു വൈഭവങ്ങളുടെ ആധാരത്തിൽ ആരോഗ്യം ശരിയായിരിക്കും എന്ന്. പക്ഷേ ബാബു പറയുന്നു, കുട്ടികളെ, ഇവിടെ നിങ്ങൾ വൈഭവങ്ങളുടെ ഇച്ഛ വയ്ക്കുവാൻ പാടില്ല. വൈഭവങ്ങളിലൂടെ ആരോഗ്യം ശരിയാവുകയില്ല. ആരോഗ്യം ശരിയാക്കി വയ്ക്കുന്നതിനായി ഓർമ്മയുടെ യാത്ര ആവശ്യമാണ്. സന്തോഷം പോലൊരു പോഷണമില്ല എന്ന് പറയുന്നു. നിങ്ങൾ സന്തോഷമായിരിക്കൂ, ലഹരിയിലിരിക്കൂ. യജ്ഞത്തിൽ ദദീജി ഋഷിയെപ്പോലെ എല്ലുകൾ നൽകൂ, അപ്പോൾ ആരോഗ്യം ശരിയാകും. ഓം ശാന്തി. ബാബയെ ചെയ്യുന്നവനും ചെയ്യിക്കുന്നവനും എന്ന് പറയുന്നു. നിങ്ങൾ പ്രഭു കുമാരന്മാരാണ്. ഈ സൃഷ്ടിയിൽ നിങ്ങളുടേത് ഉയർന്നതിലും ഉയർന്ന പൊസിഷനാണ്. കുട്ടികളായി നിങ്ങൾക്ക് ലഹരി ഉണ്ടായിരിക്കണം. നമ്മൾ പ്രഭു കുമാരന്മാർ പ്രഭുവിൻ്റെ മതത്തിലൂടെ ഇപ്പോൾ വീണ്ടും തൻ്റെ രാജ്യഭാഗ്യം സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ഇതും ആരുടെയും ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കുന്നില്ല. ബാബ എല്ലാ സെൻറ്റേഴ്സിലെ കുട്ടികളോടും പറയുന്നു, അനേകം സെൻറ്റേഴ്സ് ഉണ്ട്, അനേകം കുട്ടികൾ വരുന്നു. ഓരോരുത്തരുടെയും ബുദ്ധിയിൽ സദാ ഓർമ്മയുണ്ടായിരിക്കണം. നമ്മൾ ബാബയുടെ ശ്രീമത്ത് അനുസരിച്ച് വീണ്ടും വിശ്വത്തിൽ ശാന്തിയുടെയും സുഖത്തിൻ്റെയും രാജ്യം സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ്. സുഖവും ശാന്തിയും ഈ രണ്ട് വാക്കുകൾ തന്നെയാണ് ഓർമ്മിക്കേണ്ടത്. കുട്ടികളായി നിങ്ങൾക്ക് എത്ര ജ്ഞാനം ലഭിക്കുന്നു. നിങ്ങളുടെ ബുദ്ധി എത്ര വിശാലമാകേണ്ടതാണ്. ഇതിൽ ഇടുങ്ങിയ ബുദ്ധിക്ക് പ്രയോജനമൊന്നുമില്ല. സ്വയം പ്രഭു കുമാരനായി മനസ്സിലാക്കൂ, അപ്പോൾ പാപം ഇല്ലാതാകട്ടെ. മുഴുവൻ ദിവസവും ബാബയുടെ ഓർമ്മ നിലനിൽക്കാത്ത ധാരാളം പേരുണ്ട്. ബാബ പറയുന്നു, നിങ്ങളുടെ ബുദ്ധി ഡള്ളായി പോകുന്നത് എന്തുകൊണ്ട്? സെൻറ്റേഴ്സിൽ ഇങ്ങനെയുള്ള ധാരാളം കുട്ടികൾ വരുന്നു. നമ്മൾ ശ്രീമത്തിലൂടെ വിശ്വത്തിൽ നമ്മുടെ ദൈവിക രാജ്യം സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് അവരുടെ ബുദ്ധിയിലേ ഇല്ല. ഉള്ളിൽ ആ ഒരു ലഹരി ഉണ്ടായിരിക്കണം. മുരളി കേൾക്കുമ്പോൾ രോമാഞ്ചം ഉണ്ടാകേണ്ടതാണ്. ഇവിടെയാണെങ്കിൽ ബാബ കാണുന്നത് ഇതാണ്, കുട്ടികളുടെയും രോമാഞ്ചം വീണ്ടും ഡെഡായിരിക്കുകയാണ്. നമ്മൾ ശ്രീമത്ത് അനുസരിച്ച് ബാബയുടെ ഓർമ്മയിലൂടെ വികർമ്മം വിനാശം ചെയ്ത് നമ്മുടെ രാജധാനി സ്ഥാപിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതിൻ്റെ ഓർമ്മ ബുദ്ധിയിലിരിക്കാത്ത അനേകം കുട്ടികളുണ്ട്. ദിവസവും ബാബ മനസ്സിലാക്കിക്കുന്നു, കുട്ടികളെ, നിങ്ങൾ വാരിയേഴ്സാണ്, രാവണൻ്റെ മേൽ ജയം നേടുന്നവരാണ്. ബാബ നിങ്ങളെ ക്ഷേത്രത്തിൽ ഇരിക്കാൻ യോഗ്യമാക്കുന്നു. എന്നാൽ ഇത്രയും ലഹരിയും സന്തോഷവും കുട്ടികൾക്ക് നിലനിൽക്കുന്നില്ല. ഏതെങ്കിലും വസ്തു ലഭിച്ചില്ലെങ്കിൽ പിണങ്ങുന്നു. കുട്ടികളുടെ അവസ്ഥയുടെ കാര്യത്തിൽ ബാബയ്ക്ക് അത്ഭുതം തോന്നുന്നു. മായയുടെ ചങ്ങലയിൽ കുടുങ്ങിക്കിടക്കുന്നു. നിങ്ങളുടെ മാന്യതയും നിങ്ങളുടെ കാര്യവ്യവഹാരവും നിങ്ങളുടെ സന്തോഷവും വണ്ടർഫുൾ ആയിരിക്കേണ്ടതാണ്. ആരാണോ മിത്രസംബന്ധികളെ മറക്കാത്തത് അവർക്കൊരിക്കലും ബാബയെ ഓർമ്മിക്കാൻ സാധിക്കില്ല. പിന്നെ എന്ത് പദവി നേടുവാനാണ്? അത്ഭുതം തോന്നുന്നു. കുട്ടികളായി നിങ്ങൾക്ക് വളരെയധികം ലഹരി വേണം. സ്വയം പ്രഭു കുമാരനാണ് എന്ന് മനസ്സിലാക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും യാചിക്കേണ്ട ചിന്ത ഉണ്ടായിരിക്കരുത്. ബാബു നമുക്ക് ഇത്രയും അളവറ്റ ഖജനാവ് നൽകുന്നു. അതിലൂടെ 21 ജന്മത്തേക്ക് നിങ്ങൾക്ക് യാതൊന്നും യാചിക്കേണ്ടതേയില്ല. ഇത്രയും ലഹരി ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ തീർത്തും ഡള്ളും ഇടുങ്ങിയതുമായ ബുദ്ധിയാണ്. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധി 7 അടി നീണ്ടതായിരിക്കണം. മനുഷ്യൻ്റെ ഉയരം ഏറ്റവും കൂടുതൽ 6-7 അടിയായിരിക്കും. ബാബ കുട്ടികളെ എത്ര ഉത്സാഹത്തിൽ കൊണ്ടുവരുന്നു.
നിങ്ങൾ പ്രഭുകുമാരന്മാരാണ്. ലോകത്തുള്ളവർ ഒന്നും മനസ്സിലാക്കുന്നില്ല, അവർക്ക് നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു. നിങ്ങൾ കേവലം ഇത് മനസ്സിലാക്കൂ, നമ്മൾ ബാബയുടെ മുന്നിലിരിക്കുകയാണ്. ബാബയെ ഓർമ്മിച്ചുകൊണ്ടിരിക്കുമെങ്കിൽ വികർമ്മം വിനാശമാകും. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, കുട്ടികളെ, മായ നിങ്ങളുടെ വളരെ കടുത്ത ശത്രുവാണ്. എത്രത്തോളം നിങ്ങളുടെ ശത്രുവാണ്, അത്രയും മറ്റുള്ളവരുടെ ശത്രുവല്ല. മനുഷ്യനാണെങ്കിൽ അറിയുന്നതേയില്ല, തുച്ഛബുദ്ധിയാണ്. ബാബ ദിവസവും കുട്ടികളായി നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്രഭുകുമാരന്മാരാണ്. ബാബയെ ഓർമ്മിക്കൂ, മറ്റുള്ളവരെ തനിക്ക് സമാനമാക്കിക്കൊണ്ടിരിക്കൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതും മനസ്സിലാക്കിച്ചു കൊടുക്കാൻ സാധിക്കും. ഭഗവാൻ സത്യമായ പ്രഭുവാണല്ലോ. അപ്പോൾ ആ ഒന്നിൻ്റെ സന്താനങ്ങളായ നമ്മൾ പ്രഭുകുമാരന്മാരാണ്. കുട്ടികളായ നിങ്ങൾക്ക് നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ബുദ്ധിയിൽ ഇത് ഓർമ്മ വയ്ക്കണം. സർവീസിൽ ദദീജി ഋഷിയെ പോലെ എല്ലുകളും നൽകണം. ഇവിടെ എല്ല് കൊടുക്കുന്നത് പോട്ടെ, അളവറ്റ സുഖവൈഭവങ്ങൾ കൂടുതൽ വേണം. ആരോഗ്യം ഈ സാധനങ്ങളിലൂടെ നന്നാകാൻ പോകുന്നില്ല. ആരോഗ്യത്തിന് വേണ്ടത് ഓർമ്മയുടെ യാത്രയാണ്. ആ സന്തോഷം ഉണ്ടായിരിക്കണം. നമ്മൾ കൽപ്പകൽപ്പങ്ങളിൽ മായയോട് തോറ്റുവന്നു. ഇപ്പോൾ മായയുടെ മേൽ ജയം നേടുന്നു. ബാബ വന്ന് ജയം നേടിത്തരുന്നു. ഇപ്പോൾ ഭാരതത്തിൽ എത്ര ദുഃഖമാണ്. അളവറ്റ ദുഃഖം നൽകുന്നത് രാവണനാണ്. ലോകർ വിചാരിക്കുന്നു എയ്റോപ്ലെയിനുണ്ട്, വാഹനങ്ങളും കൊട്ടാരവുമുണ്ട്, ഇതുതന്നെയാണ് സ്വർഗം എന്ന്. ഈ ലോകമേ ഇല്ലാതാകേണ്ടതുണ്ട് എന്നത് മനസ്സിലാക്കുന്നില്ല. ലക്ഷങ്ങളും കോടികളും ചിലവഴിക്കുന്നു. ഡാമും മറ്റും ഉണ്ടാക്കുന്നു. യുദ്ധത്തിൻ്റെ സാധനങ്ങളും എത്ര വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് പരസ്പരം ഇല്ലായ്മ ചെയ്യുന്നവയാണ്. അനാഥരാണല്ലോ. എത്ര യുദ്ധം ചെയ്യുന്നു, വഴക്ക് കൂടുന്നു. കാര്യം ചോദിക്കുകയേ വേണ്ട. എത്ര ചപ്പ് ചവറുകൾ കിടക്കുകയാണ്. ഇതിനെ പറയുന്നത് നരകം എന്നാണ്. സ്വർഗത്തിന് വലിയ മഹിമയുണ്ട്. ബറോഡയിലെ മഹാറാണിയോട് ചോദിക്കൂ, മഹാരാജാവ് എവിടെ പോയി? അപ്പോൾ സ്വർഗവാസിയായി എന്ന് പറയും. സ്വർഗം എന്ന് ഏതിനെയാണ് പറയുന്നത്? ഇതാരും അറിയുന്നില്ല. എത്ര ഘോര അന്ധകാരമാണ്. നിങ്ങളും ഘോര അന്ധകാരത്തിലായിരുന്നു. ഇപ്പോൾ ബാബ പറയുന്നു, നിങ്ങൾക്ക് ഈശ്വരീയ ബുദ്ധി നൽകുന്നു. സ്വയം ഈശ്വരീയ സന്താനമായി പ്രഭുകുമാരനായി മനസ്സിലാക്കൂ. പ്രഭു പഠിപ്പിക്കുന്നു രാജകുമാരൻ ആക്കുന്നതിനായി. ബാബ ഒരു ചൊല്ല് കേൾപ്പിക്കാറുണ്ടല്ലോ, സുരമണ്ഡലത്തിലെ വാദ്യം ചെമ്മരിയാട് എന്ത് മനസ്സിലാക്കുവാനാണ്? ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്, മനുഷ്യരുമെല്ലാം ആടിനെയും പോലെയാണ്. ഒന്നും അറിയുന്നില്ല. ഇരുന്ന് എന്തെല്ലാം ഉപമ ചെയ്യുന്നു. നിങ്ങളുടെ ബുദ്ധിയിൽ ആദിമധ്യ അന്ത്യത്തിൻ്റെ രഹസ്യമുണ്ട്. നല്ല രീതിയിൽ ഓർമ്മിക്കൂ. നമ്മൾ വിശ്വത്തിൽ സുഖവും ശാന്തിയും സ്ഥാപിച്ചുകൊണ്ടിരിക്കുന്നു. ആര് സഹായിയാകുമോ അവർ തന്നെയാണ് ഉയർന്ന പദവി നേടുന്നത്. ആരെല്ലാമാണ് സഹായിയാകുന്നത് എന്നതും നിങ്ങൾ കാണുന്നു. തൻ്റെ മനസ്സിനോട് ഓരോരുത്തരും ചോദിക്കൂ, നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്? നമ്മൾ ചെമ്മരിയാടല്ലല്ലോ. മനുഷ്യരിൽ നോക്കൂ, എത്ര അഹങ്കാരമാണ്. മുരളുവാൻ തുടങ്ങുന്നു. നിങ്ങൾക്കാണെങ്കിൽ ബാബയുടെ ഓർമ്മയിൽ ഇരിക്കേണ്ടതുണ്ട്. സർവീസിൽ എല്ലുകൾ നൽകണം. ആരെയും അതൃപ്തമാക്കരുത്, ആവുകയും ചെയ്യരുത്. അഹങ്കാരവും വരാൻ പാടില്ല. നമ്മൾ ഇത് ചെയ്യുന്നു, നമ്മൾ ഇത്രയും സമർത്ഥരാണ് എന്ന ചിന്ത വരുന്നതും ദേഹാഭിമാനമാണ്. അവരുടെ പെരുമാറ്റമേ ഇങ്ങനെയാകുന്നു. അത് കാരണം ലജ്ജ തോന്നുന്നു. അല്ലാത്ത പക്ഷം നിങ്ങളെപ്പോലെ സുഖം മറ്റാർക്കും ഉണ്ടാവുക സാധ്യമല്ല. ഇത് ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കുമെങ്കിൽ നിങ്ങൾ തിളങ്ങിക്കൊണ്ടേയിരിക്കും. സെൻറ്ററിൽ ചിലരാണെങ്കിൽ നല്ല മഹാരഥികളാണ്, ചിലർ കുതിരസവാരി, കാലാളമുണ്ട്. ഇതിൽ വളരെ വിശാല ബുദ്ധി ഉണ്ടായിരിക്കേണ്ടത് ആവശ്യമാണ്. എങ്ങനെയെല്ലാമുള്ള ബ്രാഹ്മണികളുണ്ട്. ചിലരാണെങ്കിൽ വളരെയധികം സഹായികളാണ്. സർവീസിൽ എത്ര സന്തോഷമുണ്ട്.
നിങ്ങൾക്ക് ലഹരി കയറേണ്ടതാണ്. സർവീസില്ലാതെ എന്ത് പദവി നേടും? മാതാപിതാക്കൾക്ക് കുട്ടികളോട് റിഗാർഡ് ഉണ്ടായിരിക്കും. എന്നാൽ അവർ സ്വയം തൻ്റെ റിഗാർഡ് വയ്ക്കുന്നില്ലെങ്കിൽ ബാബ എന്തു പറയും? കുട്ടികളായ നിങ്ങൾ ചുരുക്കത്തിൽ തന്നെ എല്ലാവർക്കും ബാബയുടെ സന്ദേശം നൽകണം. പറയൂ, ബാബ പറയുന്നു, മന്മനാഭവ. ഗീതയിൽ ചില വാക്കുകളുണ്ട്, മാവിൽ ഉപ്പുപോലെ. ഈ ഹ്യൂജ് ലോകം എത്ര വലുതാണ്! ബുദ്ധിയിൽ വരേണ്ടത് ആവശ്യമാണ്. എത്ര വലിയ ലോകമാണ്! എത്ര മനുഷ്യരുണ്ട്! പിന്നെ ഇതൊന്നും അവശേഷിക്കില്ല. ഒരു ഖണ്ഡത്തിൻ്റെയും പേരോ അടയാളമോ ഉണ്ടായിരിക്കില്ല. നമ്മൾ സ്വർഗത്തിൻ്റെ അധികാരിയാകുന്നു. രാവും പകലും ഈ സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. നോളജ് വളരെ സഹജമാണ്. മനസ്സിലാക്കിച്ചു കൊടുക്കുന്ന വളരെ ചാതുര്യമുള്ളവർ ആവശ്യമാണ്. അനേകം പ്രകാരത്തിലുള്ള യുക്തികളുണ്ട്. ബാബ പറയുന്നു, ഞാൻ നിങ്ങളെ വളരെയധികം ഡിപ്ലോമാറ്റ് ആക്കുന്നു, അതായത് നയതന്ത്രജ്ഞനാക്കുന്നു. അവർ ഡിപ്ലോമാറ്റ് എന്ന് അംബാസിഡറിനെ പറയുന്നു. അപ്പോൾ കുട്ടികളുടെ ബുദ്ധിയിൽ ഓർമ്മയുണ്ടായിരിക്കണം, ആഹാ, പരിധിയില്ലാത്ത ബാബ നമുക്ക് ഡയറക്ഷൻ നൽകുന്നു. നിങ്ങൾ ധാരണ ചെയ്ത് മറ്റുള്ളവർക്കും ബാബയുടെ പരിചയം നൽകുന്നു. നിങ്ങളൊഴികെ ബാക്കി മുഴുവൻ ലോകവും നാസ്തികരാണ്. നിങ്ങളിലും നമ്പർ വൈസാണ്. ചിലരാണെങ്കിൽ നാസ്തികരുമാണല്ലോ. ബാബയെ ഓർമ്മിക്കുന്നതേയില്ല. സ്വയം പറയുന്നു, ബാബ നമുക്ക് ഓർമ്മ മറന്നു പോകുന്നു. അപ്പോൾ നാസ്തികരായല്ലോ. ഇങ്ങനെയുള്ള പിതാവ് പ്രഭുകുമാരനാക്കുന്നവനാണ്. ആ ഒന്നിൻ്റെ ഓർമ്മ വരുന്നില്ല. ഇത് മനസ്സിലാക്കാനും വളരെ വിശാല ബുദ്ധി വേണം. ബാബ പറയുന്നു, ഞാൻ ഓരോ 5000 വർഷത്തിനു ശേഷവും വരുന്നു. നിങ്ങളിലൂടെ തന്നെയാണ് കാര്യം ചെയ്യിക്കുന്നത്. നിങ്ങൾ എത്ര നല്ല വാരിയേഴ്സാണ്. വന്ദേ മാതരം എന്ന് നിങ്ങൾ മഹിമ ചെയ്യപ്പെടുന്നു. നിങ്ങൾ തന്നെ പൂജ്യരായിരുന്നു, പിന്നെ പൂജാരിയായി. ഇപ്പോൾ ശ്രീമത്ത് അനുസരിച്ച് വീണ്ടും പൂജ്യർ ആയിക്കൊണ്ടിരിക്കുന്നു. കുട്ടികളായി നിങ്ങൾക്ക് വളരെ ശാന്തിയോടെ സർവീസ് ചെയ്യേണ്ടതുണ്ട്. നിങ്ങൾ അശാന്തമാകരുത്. ആരുടെ സിരകളിൽ ഭൂതം നിറഞ്ഞിരിക്കുകയാണോ അവർ എന്ത് പദവി നേടുവാനാണ്? ലോഭവും വലിയ ഭൂതമാണ്. ബാബ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു, ഓരോരുത്തരുടെയും പെരുമാറ്റം എങ്ങനെയാണെന്ന്. ബാബ എത്ര ലഹരി കയറ്റുന്നു. ചിലർ സർവീസ് ചെയ്യുന്നില്ല, കേവലം കഴിച്ചും കുടിച്ചും കഴിയുന്നു. അപ്പോൾ പിന്നെ 21 ജന്മം സർവീസ് ചെയ്യേണ്ടി വരും. ദാസദാസിമാരും ആകുമല്ലോ. അവസാനം എല്ലാവർക്കും സാക്ഷാത്കാരം ഉണ്ടാകേണ്ടതുണ്ട്. ഹൃദയത്തിൽ സർവീസബിൾ ആയവർ തന്നെയാണ് കയറുന്നത്. നിങ്ങളുടെ സർവീസ് തന്നെ ഇതാണ്, ആരെയെങ്കിലും അമരലോകത്തിൻ്റെ വാസിയാക്കുക എന്നത്. ബാബ വളരെയധികം ധൈര്യം പകരുന്നു. ധാരണ ചെയ്യൂ. ദേഹാഭിമാനികൾക്ക് ധാരണ ഉണ്ടാവുക സാധ്യമല്ല. നിങ്ങൾക്കറിയാം, ബാബയെ ഓർമ്മിച്ച് നമ്മൾ വേശ്യാലയത്തിൽ നിന്നും ശിവാലയത്തിലേക്ക് പോകുന്നു. അപ്പോൾ ഇങ്ങനെയായും കാണിക്കേണ്ടതുണ്ട്. ബാബയാണെങ്കിൽ കത്തുകളിൽ എഴുതുന്നു, ഓമനകളായ ആത്മീയ പ്രഭുകുമാരന്മാരെ, ഇപ്പോൾ ശ്രീമത്ത് അനുസരിച്ച് നടക്കുകയാണെങ്കിൽ, മഹാരഥി ആവുകയാണെങ്കിൽ രാജകുമാരൻ തീർച്ചയായും ആകും. എയിം ഒബ്ജക്റ്റ് തന്നെ ഇതാണ്. ഒരേ ഒരു സത്യമായ ബാബ നിങ്ങളെ എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ മനസ്സിലാക്കിക്കുകയാണ്. സർവീസ് ചെയ്ത് മറ്റുള്ളവരുടെ മംഗളവും ചെയ്തുകൊണ്ടിരിക്കൂ. യോഗബലം ഇല്ലെങ്കിൽ പിന്നെ ഇച്ഛകൾ ഉണ്ടാകുന്നു, ഇത് വേണം അത് വേണം എന്നെല്ലാം. ആ സന്തോഷം നിലനിൽക്കുന്നില്ല. സന്തോഷം പോലൊരു പോഷണമില്ല എന്ന് പറയുന്നു. രാജകുമാരന്മാർക്ക് വളരെയധികം സന്തോഷമുണ്ടായിരിക്കുമല്ലോ. അതില്ലെങ്കിൽ പിന്നെ അനേകം പ്രകാരത്തിലുള്ള കാര്യങ്ങൾ വരുന്നു. ബാബ വിശ്വത്തിൻ്റെ ചക്രവർത്തി പദം നൽകുകയാണ്. മറ്റെന്താണ് വേണ്ടത്? ഓരോരുത്തരും തൻ്റെ മനസ്സിനോട് ചോദിക്കണം, നമ്മൾ ഇത്രയും മധുരമായ ബാബയുടെ എന്ത് സർവീസ് ചെയ്യുന്നു? ബാബ പറയുന്നു, എല്ലാവർക്കും സന്ദേശം നൽകിക്കൊണ്ടിരിക്കൂ. പ്രഭു വന്നു കഴിഞ്ഞു. വാസ്തവത്തിൽ നിങ്ങളേവരും ബ്രദേഴ്സാണ്. നമ്മളേവരും സഹോദരന്മാരെ സഹായിക്കണം എന്ന് പറയുന്നു. ഈ ചിന്തയോടെ സഹോദരൻ എന്ന് പറയുന്നു. ഇവിടെ ബാബ പറയുന്നു, നിങ്ങൾ ഒരു പിതാവിൻ്റെ കുട്ടികൾ സഹോദരന്മാരാണ്.
ബാബ സ്വർഗം സ്ഥാപിക്കുന്നവൻ തന്നെയാണ്. ഹെവൻ ഉണ്ടാക്കുന്നത് കുട്ടികളിലൂടെയാണ്. സർവീസിൻ്റെ യുക്തികൾ വളരെയധികം മനസ്സിലാക്കിച്ചു തരുന്നു. മിത്രസംബന്ധികൾക്കും മനസ്സിലാക്കിച്ചു കൊടുക്കണം. നോക്കൂ, കുട്ടികൾ വിദേശത്തുമുണ്ട്. അവരും സർവീസ് ചെയ്തു കൊണ്ടിരിക്കുന്നു. ദിനം പ്രതിദിനം ലോകർ ആപത്തുകൾ കാണുമ്പോൾ മനസ്സിലാക്കും, മരിക്കുന്നതിന് മുമ്പേ സമ്പത്ത് നേടട്ടെ. കുട്ടികൾ തൻ്റെ മിത്രസംബന്ധികളെയും ഉയർത്തുകയാണ്, പവിത്രമായും കഴിയുന്നു. പിന്നെ നിരന്തരം സഹോദരന്മാരാണ് എന്ന അവസ്ഥ നിലനിൽക്കുന്നത് പ്രയാസമാണ്. ബാബ കുട്ടികൾക്ക് രാജകുമാരൻ എന്നെത്ര നല്ല ടൈറ്റിൽ നൽകി. സ്വയം തന്നെ നോക്കണം. സർവീസ് ചെയ്യുകയില്ലെങ്കിൽ നമ്മൾ എന്താകും? അഥവാ ആരെങ്കിലും സമ്പാദിച്ചു എന്നിരിക്കട്ടെ, അത് കഴിച്ച് തീർത്തുവെങ്കിൽ, അതായത് ഉപയോഗിച്ച് തീർത്തുവെങ്കിൽ കൂടുതൽ കുഴപ്പങ്ങളിൽ പെടുന്നു. നമ്മൾ ഇത്രയും നൽകി എന്ന ചിന്ത ഒരിക്കലും സർവീസ് ചെയ്യുന്നവർക്ക് വരരുത്. അതിലൂടെ എല്ലാവരുടെയും പാലനമുണ്ടാകുന്നു. അതിനാൽ സഹായിക്കുന്നവരുടെ സൽക്കാരവും ചെയ്യുന്നു. അവർ കഴിപ്പിക്കുന്നവരാണ് എന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കണം. ആത്മീയ കുട്ടികൾ നിങ്ങളെ കഴിപ്പിക്കുന്നു, നിങ്ങൾ അവരുടെ സേവനം ചെയ്യുന്നു. ഇത് വലിയ കണക്കാണ്. മനസ്സ വാച കർമ്മണ ആ ഒന്നിൻ്റെ സർവീസേ ചെയ്യുകയില്ലെങ്കിൽ ആ സന്തോഷം എങ്ങനെ ഉണ്ടാകും? ശിവ് ബാബയെ ഓർമ്മിച്ച് ഭോജനം ഉണ്ടാക്കുകയാണെങ്കിൽ ആ ഒന്നിൻ്റെ ശക്തി ലഭിക്കും. മനസ്സിനോട് ചോദിക്കണം, നമ്മൾ എല്ലാവരെയും തൃപ്തമാക്കുന്നുണ്ടോ? മഹാരഥികളായ കുട്ടികൾ എത്ര സർവീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബ റെക്സിനിൽ ചിത്രമുണ്ടാക്കിക്കുന്നു. ഈ ചിത്രം ഒരിക്കലും പൊട്ടിപ്പൊളിഞ്ഞു പോകില്ല. ബാബയുടെ കുട്ടികൾ ഇരിക്കുകയാണ്, സ്വയമേ അയച്ചു തരും. ബാബ പൈസ എവിടെ നിന്നും കൊണ്ടുവരാനാണ്? ഈ എല്ലാ സെൻറ്റേഴ്സും എങ്ങനെയാണ് നടക്കുന്നത്? കുട്ടികൾ തന്നെയാണല്ലോ നടത്തിക്കുന്നത്. ശിവ് ബാബ പറയുന്നു, എൻ്റെ അടുക്കൽ ഒരു കവടി പോലുമില്ല. മുന്നോട്ട് പോകവേ സ്വയമേ നിങ്ങളുടെ അടുക്കൽ വന്ന് പറയും, നമ്മുടെ കെട്ടിടം നിങ്ങൾ കാര്യത്തിൽ ഉപയോഗിക്കൂ. നിങ്ങൾ പറയും, ഇപ്പോൾ ടു ലേറ്റ് ആണ്. ബാബ ദരിദ്രരുടെ നാഥനാണ്. ദരിദ്രരുടെ അടുക്കൽ എവിടെ നിന്നും വരാനാണ്? ചിലരാണെങ്കിൽ കോടിപതിയും പദംപതിയുമാണ്. അവരെ സംബന്ധിച്ച് ഇവിടെ തന്നെയാണ് സ്വർഗം. ഇത് മായയുടെ പോംപാണ്. അതിൻ്റെ പതനം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ബാബ പറയുന്നു, നിങ്ങൾ ആദ്യം രാജകുമാരന്മാരായി വീണ്ടും പോയി രാജകുമാരനാകും. എന്നാൽ ഇത്രയും സർവീസും ചെയ്ത് കാണിക്കൂ. വളരെയധികം സന്തോഷത്തിലിരിക്കണം. നമ്മൾ പ്രഭു കുമാരനാണ്, പിന്നെ രാജകുമാരൻ ആകാൻ പോകുന്നവരാണ്. രാജകുമാരനാകുന്നത് വളരെ പേരുടെ സർവീസ് ചെയ്യുമ്പോഴാണ്. എത്ര സന്തോഷത്തിൻ്റെ രസം കയറേണ്ടതാണ്. ശരി, മധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ പിതാവിൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ആരെയും ഒരിക്കലും അതൃപ്തമാക്കരുത്, അതൃപ്തമാവുകയും ചെയ്യരുത്. തൻ്റെ സാമർഥ്യത്തിൻ്റെയോ സേവനം ചെയ്യുന്നതിൻ്റെയോ അഹങ്കാരം കാണിക്കരുത്. ഏതുപോലെ ബാബ കുട്ടികളുടെ റിഗാർഡ് വയ്ക്കുന്നു, അതേപോലെ സ്വയം തൻ്റെ റിഗാർഡ് സ്വയമേ വയ്ക്കണം. യോഗബലത്തിലൂടെ തൻ്റെ സർവ്വ ഇച്ഛകളും സമാപ്തമാക്കണം. സദാ ഈ സന്തോഷത്തിലും ലഹരിയിലും ഇരിക്കണം. പ്രഭു കുമാരന്മാരായ നമ്മൾ തന്നെയാണ് രാജകുമാരന്മാർ ആകുന്നത്. സദാ ശാന്തിയിലിരുന്ന് സർവീസ് ചെയ്യണം. സിരകളിൽ ഏത് ഭൂതം നിറഞ്ഞിരിക്കുന്നോ അതിനെ നീക്കം ചെയ്യണം. വരദാനം: ബ്രാഹ്മണ ജീവിതത്തിൽ ബാബയിലൂടെ ലൈറ്റിൻ്റെ കിരീടം പ്രാപ്തമാക്കുന്ന മഹാഭാഗ്യവാൻ ആത്മാവായി ഭവിക്കട്ടെ. സംഗമയുഗി ബ്രാഹ്മണ ജീവിതത്തിൻ്റെ വിശേഷത പവിത്രതയാണ്. പവിത്രതയുടെ അടയാളമാണ് ലൈറ്റിൻ്റെ കിരീടം. അത് ഓരോ ബ്രാഹ്മണ ആത്മാവിനും ബാബയിലൂടെ പ്രാപ്തമാകുന്നു. പവിത്രതയുടെ ലൈറ്റിൻ്റെ ഈ കിരീടം ആ രത്നങ്ങൾ പതിപ്പിച്ച കിരീടത്തേക്കാൾ അതിശ്രേഷ്ഠമാണ്. മഹാത്മാവിൻ്റെ
ഭാഗ്യവാൻ ആത്മാവിൻ്റെ, ഉയർന്നതിലും ഉയർന്ന ആത്മാവിൻ്റെ അടയാളമാണ് ഈ കിരീടം. ബാബ്ദാദ ഓരോ കുട്ടിക്കും ജന്മം മുതലേ പവിത്ര ഭവ എന്ന വരദാനം നൽകുന്നു. അതിൻ്റെ സൂചകമാണ് ലൈറ്റിൻ്റെ കിരീടം. സ്ലോഗൻ: പരിധിയില്ലാത്ത വൈരാഗ്യവൃത്തിയിലൂടെ ഇച്ഛകളെ വശപ്പെടുത്തി വിഷമിക്കുന്ന ആത്മാക്കളുടെ വൈഷമ്യം അകറ്റൂ. ഓം ശാന്തി. മനസ്സിൽ ഇങ്ങനെ സങ്കൽപ്പിക്കൂ: സൂക്ഷ്മ നക്ഷത്രം പോലെ തിളങ്ങുന്ന പ്രകാശ ബിന്ദു സ്വരൂപമായ ഞാൻ ആത്മാവ് പുരിക മധ്യത്തിൽ ഭൃഗുടിയിൽ വിരാജിക്കുന്നു. എന്നിൽ നിന്നും നാനാഭാഗത്തേക്കും വർണ്ണാഭമായ പ്രകാശം വ്യാപിച്ചുകൊണ്ടേയിരിക്കുന്നു. ബുദ്ധിയിൽ തൻ്റെ ഈ അതിസൂക്ഷ്മ ആത്മസ്വരൂപത്തെ കാണൂ. അല്പസമയം ആ സ്വരൂപത്തിൽ തന്നെ മനസ്സിനെയും ബുദ്ധിയെയും ഏകാഗ്രമാക്കൂ. പിന്നെ മനസ്സിൽ ഈ സങ്കല്പം രചിക്കൂ: ആത്മാവായ ഞാൻ സൂക്ഷ്മ പ്രകാശ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ സ്വരൂപത്തെ കാണുകയും മനസ്സിനെയും ബുദ്ധിയെയും ഈ സ്വരൂപത്തിൽ സ്ഥിരമാക്കുകയും ചെയ്യൂ. ചിന്തിക്കൂ: സൂക്ഷ്മ ശരീരധാരിയായ ഞാൻ ആത്മാവ് സൂക്ഷ്മ ശരീരസഹിതം സ്ഥൂല ദേഹത്തു നിന്നും വേർപെട്ട് സൂക്ഷ്മ ലോകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു സമയം ഇതിൽ ഏകാഗ്രമാക്കൂ. വീണ്ടും സങ്കല്പം രചിക്കൂ: ഞാൻ സമ്പൂർണ്ണ ഫരിഷ്തയാണ്. ഫരിഷ്തയായ ഞാൻ സൂക്ഷ്മലോകത്തിൽ ബാപ്ദാദയുടെ സമക്ഷം ഉപസ്ഥിതനാണ്. ഇപ്രകാരം സൂക്ഷ്മലോകത്തിൽ സൂക്ഷ്മ ശരീരധാരിയായി അവ്യക്ത ബാപ്ദാദയുടെ മുന്നിലിരിക്കുന്നതായി സ്പഷ്ടമായി കാണുകയും അനുഭവിക്കുകയും ചെയ്യൂ. ബാപ്ദാദയുടെ ഭൃഗുടിയിൽ നിന്നും അതീവ സുന്ദരവും തേജസ്വിയുമായ പ്രകാശകിരണങ്ങൾ എന്നിൽ പതിഞ്ഞുകൊണ്ടിരിക്കുന്നു. അല്പസമയം ഈ സ്ഥിതിയിൽ ഏകാഗ്രമാകുന്നതിൽ പ്രയത്നിച്ചുകൊണ്ടിരിക്കൂ. വീണ്ടും സങ്കൽപ്പിക്കൂ: ആത്മാവായ ഞാൻ എൻ്റെ സൂക്ഷ്മ ശരീരത്തെ സൂക്ഷ്മലോകത്ത് സ്ഥിതി ചെയ്യിച്ചുകൊണ്ട് പരമധാമത്തിലേക്ക് ഒരു പ്രകാശബിന്ദുവായി സഞ്ചരിക്കുന്നു. ബുദ്ധി കൊണ്ട്
ആ ദൃശ്യം കാണുന്നതിന് ശ്രമിക്കൂ. സർവത്ര സ്വർണ്ണ ചുവപ്പ് ദിവ്യപ്രകാശം നിറഞ്ഞ ഈ പരമധാമത്തിൽ ജ്ഞാനസൂര്യനായ ശിവബാബയുടെ സമീപം സ്ഥിതി ചെയ്യുന്നതായി വിഭാവന ചെയ്യൂ. ജ്ഞാനസൂര്യനായ ശിവബാബയുടെ അനന്ത ശക്തികളുടെയും ഗുണങ്ങളുടെയും തേജസ്വി കിരണങ്ങൾ എന്നിൽ പതിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സ്ഥിതിയിൽ ശിവബാബയുടെ കിരണങ്ങൾ സ്വീകരിച്ചുകൊണ്ട് മനസ്സിനെയും ബുദ്ധിയെയും സ്ഥിരമാക്കൂ. വീണ്ടും മുന്നിൽ ഈ ദൃശ്യം കൊണ്ടുവരൂ. ജ്ഞാനസൂര്യനായ ശിവബാബയുടെ അരികിൽ നിന്നും ഞാൻ താഴേക്ക് വരികയാണ്. സൂക്ഷ്മലോകത്തിൽ വന്ന് എൻ്റെ സമ്പൂർണ്ണ അവ്യക്ത ഫരിഷ്ത രൂപത്തിൽ ഞാൻ പ്രവേശിക്കുന്നു. പിന്നെ സൂക്ഷ്മ ശരീരസഹിതം താഴേക്ക് സ്ഥൂല ദേഹത്തിലേക്ക് പ്രവേശിക്കുന്നു.